നമസ്കാരം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് വടകര. UDFന്റെ ആയുധം ഷാഫി പറമ്പിലാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള UDFന്റെ യുവനേതാവ്. പാലക്കാട്ടെ ഐക്കോണിക് ഫേസ് വടകരയിലേക്ക് എത്തുമ്പോൾ ആ ഷാഫി എഫക്റ്റ് അവിടെയും നിലനിൽക്കുമെന്ന് UDF വിശ്വസിക്കുന്നു. വടകര മണ്ഡലത്തിലെ ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ്റെ പ്രതീക്ഷ? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. കൂടുതൽ വോട്ട് അത് ശൈലജ ടീച്ചർക്കായിരിക്കുമോ ഷാഫി പറമ്പിലായിരിക്കും? അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. എന്നാൽ ആർക്കാണ് ഇവിടുത്തെ സാധ്യത? ആർക്കാണ്? ഇത് ഷാഫി പറമ്പിലിന്. ഷാഫി പറമ്പിലാണ്. ശൈലജ ടീച്ചർ എന്നുള്ളൊരു ഫാക്ടറി ഒരു പ്രതീക്ഷയില്ല. രണ്ടാളും കട്ട സ്ഥാനാർത്ഥിയാണ്. അതെന്ത് സംശയം? ഷാഫി പറമ്പിലല്ലാണ്ട് ശൈലജ ടീച്ചർ ജയിക്കൂലാണോ? അത് ഉണ്ടാകൂല, പയ്യോളി നടക്കൂല. ടീച്ചർ കോവിഡിൻ്റെ സമയത്തും നിപ്പൻ്റെ സമയത്തൊക്കെ അപാര പെർഫോമൻസ് ആയിരുന്നു. അത് ഏത് മന്ത്രിമാർ അന്നേരം ഉണ്ട് പെർഫോമൻസ് കാണിക്കൂലേ? കാണിക്കും. ഒരു പ്രത്യേകതയല്ല. പക്ഷേ ശൈലജ ടീച്ചർ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ വോട്ട് ഒക്കെ അങ്ങോട്ട് മറിയാൻ ചാൻസ് ഇല്ല. ടീച്ചർക്ക് പക്ഷേ പാർട്ടീൻ്റെ പുറത്തേക്കുള്ള സ്വാധീനം ഉണ്ട്. അതുകൊണ്ടാണ് ശൈലജ ടീച്ചറെ പ്രത്യേകം ഉണ്ടെങ്കിലും ഷാഫി പറമ്പ് കൊണ്ടുപോകും. ഉറപ്പാണ്. ഷാഫി 60,000 വോട്ട് ചെയ്യും. ഞാൻ 9,000 രൂപ വെറ്റ് ചെയ്യുന്നുണ്ട്. 9,000 രൂപ പോയാൽ 9 പോയി, കിട്ടിയാൽ 9 കിട്ടി. അങ്ങനെ ശൈലജ ടീച്ചർ ജയിക്കൂലെന്നല്ല. ശൈലജ ജയിക്കില്ലെന്നോ? ടീച്ചർ കോവിഡ് നിപ്പ ഒക്കെ ഭയങ്കര പറഞ്ഞ കാര്യമില്ല. ഇപ്പം കാലം മാറി, ആൾക്കാർക്ക് ബുദ്ധി വെച്ചില്ലേ, അതുകൊണ്ടാണ്. നമസ്കാരം ഷാഫിക്ക്, എന്തൊക്കെയുണ്ട്? നന്നായി പോകുന്നു, വളരെ നന്നായി പോകുന്നു, വളരെ പോസിറ്റീവായി പോകുന്നു. വടകരയിൽ ഇപ്പോൾ ഷാഫി ട്രെൻഡാണ് കേൾക്കുന്നുണ്ടോ? വടകരയിൽ ഇപ്പോൾ ഇന്ത്യ ട്രെൻഡാണ്. രാജ്യം തിരിച്ചുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ആവേശകരമായ, അതേസമയം കൂടെ ഉണ്ടാവണ എല്ലാവരും ആത്മാർത്ഥതയുള്ള പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് വഴിയിലുടനീളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയം ഉറപ്പാണ്. ജയം ഉറപ്പാണ്. അതിനൊച്ചൊരു അഹങ്കാരം പറയല്ല, അഹംഭാവം പറയല്ല. എല്ലാവരോടും പറയണോട്ടാ, അഹങ്കാരവും അഹംഭാവവും പറയല്ല. അത് ആത്മവിശ്വാസമാണ്. അത് ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്ന് കിട്ടുന്നതാണ്. അതല്ലാതെ വേറെ എവിടെ നിന്നുമല്ല. ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാവരോടും പറയണം, കൂടെ ഉണ്ടാവണം. ഷാഫിക്ക് ഇപ്പോൾ യുവത്വങ്ങൾക്കിടയിൽ ഭയങ്കര ട്രെൻഡായി കേൾക്കുന്നുണ്ട്. അവരെനിക്കിടയിലാണ് ട്രെൻഡായിട്ടുള്ളത്. അവരതുപോലത്തെ സപ്പോർട്ടാണ് തരുന്നത്. അതൊക്കെ അവരുടെ മിടുക്കും അവരുടെ കഴിവും അവരവരുടെ ഒരു സ്വന്തം കാര്യത്തിന് അപ്പുറത്തേക്ക് നാടിൻ്റെ ഒരു പൊതു കാര്യത്തിന് അവർ രംഗത്തിറങ്ങുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ്, അതേ ചെറുപ്പക്കാരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ഡീൽ. അപ്പം ഞാൻ ആ കാര്യത്തിൻ്റെ ക്രെഡിറ്റ് അവർക്കാണ് കൊടുക്കുന്നത്. അതിപ്പോൾ അവരുടെ വീട്ടിലെ കാര്യമല്ലല്ലോ, നാടിൻ്റെ കാര്യത്തിന് ചെറുപ്പക്കാരെ ഇറങ്ങുക പറയുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമേറിയ, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നാടിൻ്റെ ഐക്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും, രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. അതിന് ഇത്രയും ചെറുപ്പക്കാർ അവരുടെ സ്വന്തം താല്പര്യം കൊണ്ട് വരാമെന്ന് പറയുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യണം. കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും അങ്ങ് അറിഞ്ഞിരിക്കും. എന്താണ് വടകരയിൽ ഷാഫി വാഴില്ല എന്നുള്ളത്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, അതൊരു നെക്സസ് ആണ്. അവർ ജയിക്കുന്ന പോലും അവർ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ തോക്കുന്നു ഉറച്ച് പറയുന്നു വെച്ചാൽ CPM ജയിക്കണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. അത് തൃശ്ശൂരിനെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്. അപ്പം അതിപ്പം ധാരണകൾ, അന്തർധാരകൾക്ക് അപ്പുറത്തേക്ക് പരസ്യമായ ധാരണകളായി പല ഇടങ്ങളിലും പല ഇൻസിഡൻറ്റും നമുക്ക് ആവർത്തിച്ച് വരിക. ആ കൊട അങ്കിളിന് തരുമോ? ആവർത്തിച്ച് വരുന്നതുണ്ട്. അത് പരസ്യമായ ധാരണയല്ല. അല്ലെങ്കിൽ അവർ ജയിക്കുമെന്ന് അവർ ക്ലെയിം ചെയ്യാത്ത ഒരു സ്ഥലം, അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ തോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെയാണ്. അപ്പം അത് തൃശ്ശൂരും വടകരയും തമ്മിൽ അവർ പരസ്പരം സഹായിക്കാൻ തീരുമാനിച്ചതിൻ്റെ ആണോ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും പറയണം, കൂടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് അതിനെ രണ്ട് പാർട്ടിയുടെ അണികൾ ഉൾപ്പെടെ പൊളിച്ചെഴുതുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. 2024 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് CPM ഈ പ്രതിച്ഛായ സംരക്ഷിക്കാൻ കൂടിയാണോ ശൈലജ ടീച്ചറെ നിർത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്? അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ വന്ന വാർത്ത എന്താ? ഇന്ന് രാവിലെ വന്ന വാർത്ത പാനൂരിൽ നിന്ന് കേട്ട വാർത്ത, അവിടെ ബോംബ് പൊട്ടി. ചേച്ചി എല്ലാവരോടും പറയണം, കൂടെ ഉണ്ടാവണം, സഹായിക്കണം കേട്ടോ.
പിന്നെ ബോംബ് പൊട്ടി 2 ചെറുപ്പക്കാരുടെ കൈ അറ്റിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് ഇവരുടെ നേതൃത്വത്തിലെ ചില ആളുകളുടെ ഡയറക്ഷൻസാണ്. ഓരോ സമയം അവർ പല കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ അത് ഒരു ചെറുപ്പക്കാരൻ്റെ കൈ ആയിട്ട് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബോംബ് ഉണ്ടാക്കുന്നത്? ബോംബ് കൊണ്ട് എന്താ തെരഞ്ഞെടുപ്പ് നേടുന്നത്? അപ്പോൾ അത് വയലൻസിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ആത്മവിശ്വാസം ഇതാണ്. ഇവർ വടകരക്കാർ നൽകുന്ന ആത്മവിശ്വാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒട്ടും അഹങ്കാരമില്ലാതെ തന്നെ ഞങ്ങൾ ജയിക്കുമെന്ന് ഉറച്ചു പറയും.